ഇ.പി. ജയരാജൻ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. പക്ഷെ അതെൻ്റെ ബോംബല്ല, DC ബുക്സിൻ്റെ ബോംബാണ്. ഞാൻ ആത്മകഥ എഴുതിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പ്രജിത്തിനോടൊരു ക്ലാരിറ്റി നമുക്ക് ആ വിഷയത്തിൽ വേണം. പ്രജിത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കും, പ്രകാശനം ചെയ്യും എന്നല്ലേ പറഞ്ഞിരുന്നത്? പക്ഷേ ഇപ്പോൾ ഇ.പി. പറയുന്നു ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അതിൽ രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് കൃഷ്ണരാജ്. കാരണം ആദ്യം, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്ന സമയത്ത് തന്നെ ഇ.പി. ഇത്തരം ഒരു പുസ്തകം താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അവസാനവട്ട പണികളിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത്രയും നാളുകളായിരിക്കുന്നു. ഏതാണ്ട് 12 മണിക്കൂർ മുൻപ് DC ബുക്സിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത് അത് ഇ.പി. ജയരാജനെ കൂടി ടാഗ് ചെയ്തിട്ടാണ് ഈ പോസ്റ്റ് ഉള്ളത്. ഇത് നമുക്ക് പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇ.പി. പറഞ്ഞ എന്തെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇ.പി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ, പ്രസിദ്ധീകരിച്ചിട്ടില്ല, DC ബുക്സ് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറയുന്നുണ്ട്. ഞാനിന്ന് 24 ചാനലിലൊരു വാർത്ത കാണുകയുണ്ടായി. എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ്. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു, DC ബുക്സുകാർ ചോദിച്ചിരുന്നു. ഞാൻ ഇവർ 2 പേരോടും ആലോചിച്ചിട്ട് പറയാം. ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാൻ ഇപ്പം കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നല്ലേ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇന്നലെ തന്നെ DC ബുക്സ് അവരുടെ സൈറ്റിൽ ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന്റെ ഒരു പുറംചട്ടയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. എവിടെ? ഞാൻ കണ്ടിട്ടില്ല. അവരുടെ സൈറ്റ് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത് പറഞ്ഞിട്ട്? അത് ഏത് പുസ്തകം അവരോട് ചോദിക്കണം. എൻ്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത്, ഞാനല്ലേ പുറത്തിറക്കുക? ഒരു കരാറുമില്ല. ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ്. അങ്ങനെ സ്വാഭാവികമായ ഒരു സംശയം, DC ബുക്സ് പോലെ ഇത്രത്തോളം അധികാരികമായ ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവരെ പ്രഖ്യാപിക്കുന്നു, ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുന്നു. പക്ഷെ ജയരാജൻ അത് പൂർണ്ണമായി നിഷേധിക്കും. ഇങ്ങനെ അല്ല, ഞാൻ അറിയണ്ടേ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം. ഞാൻ കത്തടിച്ച ആളെ വിളിച്ചിട്ട് ഇപ്പോൾ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ, അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യല്ലേ ചെയ്യുക. ഇതാരിവരെ ചുമതലപ്പെടുത്തിന്? എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത്? ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മാതൃഭൂമിയും DC ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം, മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ്, ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇവർ പ്രസിദ്ധീകരിക്കുക? പേജായി നിശ്ചയിച്ചു കവർ പേജ് ഞാൻ ഇന്നിപ്പോൾ ഈ നിങ്ങൾ ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നിശ്ചയിച്ചിട്ടേ ഇല്ല. ഈ കട്ടൻ ചായയും പരിപ്പോടിയെന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് കൊടുക്കുമോ? ഞാൻ കൊടുക്കുമോ? EMS നമ്പറുള്ള അതെ, ഞാൻ അതാ പറയുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല, അവർക്ക് ഇതിന് കരാർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും. ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട്, അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത്. DC ബുക്സിനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവുമോ? അത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്ന് ഇപ്പോൾ അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റൂ. അതിൻ്റെ ആളിപ്പോൾ ഷാർജയിലോ മറ്റോ ഉള്ളത്. അതിൻ്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന്. അത് ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന്. കൃത്യമായ മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളിങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാൻ അറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല, നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ്. ഇങ്ങനൊരു വാക്ക്, ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലില്ല. അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിയാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ DC ബുക്സുകാരുമായിട്ട് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇല്ല, ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ടുപേര് ആലോചിച്ച്, കാരണം ഇതിൻ്റെ ഒരു ഫൈനൽ വായന നടത്തി, ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ട ഇതെല്ലാം പ്രസിദ്ധീകരിക്കാൻ. ഇല്ല, ഞാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. DC ബുക്സുകാർ എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു പറയാം. പൂർണ്ണമായും വ്യാജം. ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ്. അത് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കമാണ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? എങ്ങനെ അത്തരത്തിൽ DC ബുക്സിന്റെ പേരിൽ ഗൂഢാലോചന എന്ന് പറയുന്നു? അല്ല, ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത. അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത. ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് 3-4 ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു. അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ്. 1.5 കൊല്ലം മുമ്പാണ് സംഭവം. അത് ആരും പറഞ്ഞില്ല, അത് വാർത്തയും വന്നില്ല. അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തെരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ പരത്തുകയല്ലേ ചെയ്ത്. എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിച്ചത്. ഇപ്പോൾ ചെയ്തു അതിൻ്റെ മറ്റൊരു പതിപ്പാണ്. ബോധപൂർവമാണിത്. അല്ല, ഇത് ഞാൻ തന്നെ കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ ഭാഗമല്ലേ. ഇത് ആസൂത്രിതമായൊരു പദ്ധതിയാണ്. എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം. ഇപ്പം അടിയന്തരമായും പോവും. അടിയന്തരമായും പോകും. ഞാനതിൻ്റെ ആളുകളെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ഇപ്പോൾ അതിൻ്റെ പ്രധാനി ഇവിടെ ഇല്ല, അവിടെ വിദേശത്തോ മറ്റോ പോലും. ഇല്ലെന്ന് DC നിങ്ങൾ മാതൃഭൂമിക്കാർ ചോദിച്ചിരിക്കുകയാണ്. ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്? ഞാൻ കൊടുത്തിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായി സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം. ആര് കൊടുക്കാൻ? പേപ്പർ കൊടുക്കാൻ? എന്ത് പേപ്പർ കൊടുക്കാൻ? ഇവിടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോഴും കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വാർത്തയൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് EP വന്നിരിക്കുന്നത്. വ്യാജ വാർത്തയാണ് എന്ന് പറയുന്നു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഒരു ആശങ്കയും ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രതികരിക്കുമ്പോൾ തന്നെ. ആര് പറഞ്ഞു? കുറച്ച് തിടുക്കം കാണാൻ പറ്റുന്നുണ്ട്. അതേതായാലും ഈ ഇൻഡിഗോ വിമാനത്തിൽ ഇനി എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞ അതേ EP അതിൽ പിന്നെ കയറുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെയും പറയും. പക്ഷെ ആരോ കള്ളം പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ DC ബുക്സ്
ഒന്നുകിൽ DC ബുക്സും കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ DC ബുക്സും അറിഞ്ഞിട്ടുണ്ടാവില്ല. EP അറിഞ്ഞിട്ടില്ലെങ്കിൽ DC ബുക്സും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇത് ഈ മാനിപ്പുലേറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായതാണെന്ന ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. DC ബുക്സിൻ്റെ ഔദ്യോഗിക പേജിൽ അത് വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന ഒന്നാണ്. ഔദ്യോഗിക പേജിൽ അവർ പറഞ്ഞിട്ടുണ്ട്, പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ഉടൻ വരുന്നു DC ബുക്സിലൂടെ എന്ന് 12 മണിക്കൂർ മുൻപ് DC ബുക്സ് ഈസ് വിത്ത് EP ജയരാജനെ കൂടി ടാഗ് ചെയ്തുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ ചിത്രം ഇട്ടിട്ടുണ്ട്. LDF കേരള പൊളിറ്റിക്സ് CPM എല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ വെറുതെ ചെയ്യുമോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അവർ ഒന്നുകിൽ അവരും അറിയരുതല്ലോ, അത് EP അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരും അറിയില്ല. അതെ, ഈ പരിഭ്രാന്തിയാണ് നമ്മളിപ്പോൾ EP-യുടെ മുഖത്ത് കണ്ടത്. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് ദിവസം ഇത് പുറത്തു വന്നത്. പക്ഷേ എനിക്കിപ്പോഴും സംശയമുള്ളത് ഈ 10:30 പ്രകാശനം ചെയ്യുമെന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ്. അതിൽ ഉടൻ വരുന്നു എന്നാണ് DC ബുക്സ് പറഞ്ഞത്. അതിൽ ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം. ഉടൻ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം. പക്ഷേ ഈ പുസ്തകം എഴുതുമ്പോഴൊക്കെ ചില എഗ്രിമെൻറ്റുകളുണ്ട്, കരാറുകളുണ്ടാകും. ആ കരാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഇതുള്ളൂ. ഏതായാലും EP-യുടെ മുഖത്ത് വല്ലാത്തൊരു തിടുക്കമുണ്ട്. അത് എന്തിൻ്റെ സൂചനയാണെന്നതാണ് ചോദ്യം. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഇത് പുറത്തു വരാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നാണോ അതോ ആഗ്രഹിച്ചുവെന്നാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ താൻ കട്ടൻ ചായയും പരിപ്പോടയും ഒക്കെ തന്നെ ഇന്ന് ബുക്കിൽ കൊടുക്കുമോ, അങ്ങനെയൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. കൃത്യം 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങി മിക്ക പോളിംഗ് ബൂത്തുകളിലും. ഏകദേശം 7:45 കഴിഞ്ഞപ്പോൾ 8:15 ആയപ്പോൾ EP-യുടെ ബോംബ് പുറത്തു വന്നു. അത് പൊട്ടിത്തെറിച്ചു. പക്ഷേ EP പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ, അത് അവസാനിച്ചിട്ടില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എഴുതാൻ പോലും സമയം കിട്ടുന്നില്ല, ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. യെസ്, മാതൃഭൂമി ഞങ്ങളെ സമീപിച്ചു, DC ബുക്സ് സമീപിച്ചു, പക്ഷേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ EP-യെ പോലൊരാൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു പുസ്തകം, ഒരു ആത്മകഥ എഴുതുമ്പോൾ അതിന് പിന്നിൽ എത്രയോ ദിവസത്തെ കഷ്ടപ്പാടുണ്ടാകും, അല്ലെങ്കിൽ എഴുതുന്നുണ്ടാകും, അതൊരു ധാരണയിലെത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ DC ബുക്സ് ഇങ്ങനെ അവരുടെ പേജിലൊക്കെ ഇടുമോ? ഏതായാലും DC ബുക്സും അറിഞ്ഞിട്ടില്ല, EP-യും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ DC ബുക്സ് അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ അത് പുറത്തുവിട്ടിട്ടുണ്ട് 12 മണിക്കൂർ മുൻപ്. അത് ഉടൻ വരുന്നു എന്നാണ്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് തന്നെയാണ് തലക്കെട്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകും. EP പറഞ്ഞ ഒരു വാചകം നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ആത്മകഥയിൽ പറയുമെന്ന്. യെസ്. അപ്പോൾ എന്തായാലും ഇനി എന്തുകൊണ്ടാണ് ഒരു ഭയം EP-യുടെ മുഖത്ത് എന്ന് മനസ്സിലാകാൻ നമുക്ക് കാത്തിരിക്കണം. എനിക്ക് തോന്നുന്നു പ്രയത്തിലേക്ക് തന്നെ പോകാം. പ്രയത്ത് വളരെ പെട്ടെന്ന് മറിയുന്നു കാര്യങ്ങൾ. DC ബുക്സ് അവരുടെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് വരാനിരിക്കുന്നത് എന്ന്. അതിൻ്റെ ഭാഗങ്ങൾ പ്രജിത്തിൻ്റെ കയ്യിലുമുണ്ട്, നമ്മളത് കാണിച്ചതുമാണ്. പക്ഷേ EP വളരെ പെട്ടെന്ന് വന്ന് പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. എന്താണ്? പക്ഷേ ഇനി ഒരു കാര്യം ചോദിക്കാനുള്ള, ഇനി നാളെ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന് പറയുമെന്ന് അറിയില്ല. എന്തായാലും DC ബുക്കിൻ്റെ ഔദ്യോഗികമായ പേജിലാണ് കൃത്യമായി 12 മണിക്കൂർ മുൻപ് ഇത്തരമൊരു പോസ്റ്റ് വരുന്നത്. അതിൽ വളരെ കൃത്യമായി ഇത് നമുക്ക് ഈ പുറംചട്ട കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇതിന് കുറേയേറെ പണിയെടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു പുറംചട്ടയാണ്. അതോടൊപ്പം തന്നെ DC ബുക്കിൻ്റെ സുവർണ ജൂബിലി അതിൻ്റെ ലോഗോയും ഒക്കെ ചേർത്തുകൊണ്ട് വളരെ കാര്യമായി തന്നെ DC ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഉടൻ വരുന്നു, പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു, കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം EP ജയരാജൻ എന്നുള്ളത്. അതുമാത്രമല്ല, EP ജയരാജൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുമായി ഇത് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഒട്ടനവധി ആളുകൾ കാണുന്നതാണ്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പുസ്തകമുണ്ടെങ്കിൽ ജയരാജൻ അറിഞ്ഞിരുന്നില്ല എങ്കിൽ കൂടി തന്നെ അത് ജയരാജനെ അറിയിക്കാൻ ഇത്തരമൊരു പോസ്റ്റ് വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജയരാജൻ അത് അറിയേണ്ട സാഹചര്യമുണ്ട്. കാരണം DC ബുക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതിൽ പുറത്തിറങ്ങാൻ പോകുന്ന മിക്കവാറും എല്ലാ പുസ്തകങ്ങളെ പറ്റിയും വാർത്തയാകുന്നതാണ്, അവരുടെ അച്ചടിശാലകളിലുള്ള പുസ്തകങ്ങളെ പറ്റി വാർത്തയാകുന്നതാണ്, എപ്പോഴും ചർച്ചയാകുന്നതാണ്. 50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ DC ബുക്സിന് കേരളത്തിൻ്റെ ഈ പറയുന്ന രീതിയിൽ പുസ്തക പ്രചരണ രംഗത്ത്, പ്രസിദ്ധീകരണ രംഗത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണ ഏജൻസി എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. അവരങ്ങനെ വെറുതെ ഒരു പോസ്റ്റ് ഇടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം ഇത്തരമൊരു വ്യാജ പോസ്റ്റ് DC ബുക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ, നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം, ഇതിനെപ്പറ്റിയൊക്കെ നല്ല
ബോധ്യമുള്ളൊരു ഏജൻസി കൂടിയാണ് DC ബുക്സ്. അതുകൊണ്ട് ഇങ്ങനെ ആരോടും ചോദിക്കാതെ EP അറിയാതെ ഇത്തരമൊരു പോസ്റ്റുമായി അവർ മുന്നോട്ട് പോകുമെന്നുള്ളത് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഹാക്കിംഗ് അടക്കമുള്ള വിശദീകരണങ്ങൾ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, നേരത്തെ ഹിന്ദു പത്രത്തിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യം ഒരു വിവാദം ഉണ്ടാകുന്നു, പിന്നീട് അത് കുറച്ച് മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷം പറയേണ്ട കാര്യങ്ങൾ എന്താണോ അത് പറഞ്ഞതിന് ശേഷം പിന്നീട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവസാനം അത് ആകെ പിണറായി വിജയനും സർക്കാരും ഒക്കെ പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഏതായാലും EP-യുടെ മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിഥുൻ പിള്ളയോട് ആ കാര്യം ചോദിക്കാമെന്ന് തോന്നുന്നു. മിഥുൻ, എന്താണ് EP പറഞ്ഞത്? ആ പറച്ചിലൊക്കെ ഒരു ക്ലാരിറ്റി തോന്നുന്നുണ്ടോ? EP ഇപ്പോൾ ഈ പുറത്തു വന്ന വാർത്തകളെ മുഴുവൻ തള്ളിപ്പറയുകയാണ് ചെയ്തത്. കാരണം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനെ താൻ ഏർപ്പെടുത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് EP പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് DC ബുക്സുമായും അതുപോലെ തന്നെ മാതൃഭൂമി ബുക്സുമായും താൻ ചർച്ച നടത്തിയിരുന്നു. ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. DC ബുക്സുമായിട്ട് നിലവിൽ ഒരു കരാറ് പോലുമില്ല. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ എന്തുകൊണ്ടാണ് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് EP ജയരാജൻ പറയുന്നത്. താൻ ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ എഴുത്ത് പൂർണ്ണമായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ പേരിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ വിവാദം ഉണ്ടാവുക എന്നൊരു ചോദ്യമാണ് EP ജയരാജൻ ചോദിക്കുന്നത്. ഈ പുസ്തകം വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നും ഇപ്പോൾ പുറത്തു വന്ന എല്ലാ വാർത്തകൾക്ക് പിന്നിലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുമാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ വാർത്ത വന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന ഒരു ആരോപണം തന്നെയാണ് EP ജയരാജൻ ഉന്നയിക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ പരിഭ്രാന്തനാണ് എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു വാർത്ത തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ, അത് അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ആ ഒരു പരിഭ്രാന്തി അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ മുഴുവൻ തെറ്റാണ് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന കാര്യങ്ങളെ മുഴുവൻ പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് EP ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, എന്തായാലും പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് EP ഈ വോട്ടെടുപ്പ് ദിനത്തിൽ പാർട്ടിക്ക് പണി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ട് വരുമ്പോഴും EP-യുടെ മുഖത്തെ ആ പരിഭ്രമം അതും കൂടെ ജനങ്ങൾ നോക്കിക്കാണണം.